വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് 909 ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ വന്യജീവികൾ നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുമ്പോഴും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ മെല്ലെപ്പോക്കിന് പരിഹാരമില്ല. വനമന്ത്രി A.K. ശശീന്ദ്രൻ ഒരു മാസം മുമ്പ് നിയമസഭയിൽ വെച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 909 പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. 7492 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവരിൽ ജീവിതം പൂർണ്ണമായും കിടക്കയിലായ നിരവധി ആളുകളുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണമാണ് കണ്ടെത്തേണ്ടത്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. എത്രയോ ആളുകൾ മരണപ്പെട്ടു, എത്രയോ പേര് രോഗശയ്യയിൽ എന്നുള്ള നിലയിൽ ആക്രമണത്തിന് ഇരയായി കഴിയുന്നു. ഇന്നലെ കൂടി ഒരു ആള് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനം വകുപ്പ് ഒളിച്ചുകളി അവസാനിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി സൈഡിലുള്ള അപ്രോച്ച് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ വന്യജീവികൾ അവരുടെ വനത്തിന് ഉള്ളിലെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക്കായിട്ടൊരു പഠനം ആവശ്യമാണ്. അവിടെ വെള്ളം, അതുപോലെ തന്നെ ആഹാരം, അവർക്ക് മറ്റ് ഇര ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുകയും അത്തരത്തിലുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജന്തു ജീവജാലങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് ഓരോ വർഷവും നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇതിനായി കോടികൾ മുടക്കുന്നതായി വനം വകുപ്പിന്റെ കണക്കുകളിലുണ്ടെങ്കിലും ഇവയൊന്നും ഫലവത്താകുന്നില്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ബഡ്ജറ്റിന്റെ വലിയ സിംഹഭാഗം വനത്തിനുള്ളിൽ ഫോറസ്റ്റിൻ്റെതായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ജോലിയും അതിൻ്റെ ക്രമക്കേടുകളും പൊതുപ്രവർത്തകരും മറ്റാളുകളുമെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളുണ്ടെങ്കിൽ വനത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ജോലികൾ, ബഡ്ജറ്റ് പണം ഉപയോഗിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് പണം ഉപയോഗിച്ച് നടത്തുന്ന ജോലികൾ, ഇതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഡിറ്റക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾ കാണുന്നില്ല എന്നുള്ളത് മറപിടിച്ചുകൊണ്ട് വലിയ അഴിമതിയുടെ കൂമ്പാരമാണ് വനം വകുപ്പിൻ്റെതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമാവധി നഷ്ടപരിഹാരം. എന്നാൽ ഇത് ലഭിക്കാൻ ഉണ്ടാകുന്ന കാലതാമസം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാട്ടാന പോലുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന നിയമാനുസൃതമുള്ള സഹായങ്ങൾ, ഗവൺമെൻറ് സഹായങ്ങൾ, അത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, മറ്റു രീതിയിലുള്ള ഓഫീസ് ഓട്ടോമേഷൻ്റെ തകരാറുകൾ കൊണ്ട് ആളുകൾക്ക് കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഓഫീസ് ഓട്ടോമേഷൻ ഡിലേ വരുത്തുന്നതുകൊണ്ട് ഇതിൻ്റെ വിക്റ്റിമായ ആളുകൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വളരെ വേദനാകരമാണ്. കാട്ടാനയുടെയോ മറ്റ് വന്യമൃഗങ്ങളുടെയോ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇതിനൊരു അറുതി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.